ഹായ് ഫ്രണ്ട്സ്, സബിഡി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭ്രമയുഗം. നമ്മുടെ മനുഷ്യൻ്റെ എന്താ പറയുക, നമ്മുടെ മമ്മൂക്കയുടെ സിനിമ. നമ്മൾ പ്രതീക്ഷയിലും ഞാൻ പ്രതീക്ഷയിലും എന്താ പറയുക, ഒരു പിടിയല്ല, ഒരു 100 മടങ്ങ് പിന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും പറയുന്ന ഈ സിനിമ ഒരു എക്സ്പെരിമെൻ്റൽ ആണ് സംഭവം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എന്താ പറയുക, ഇതുവരെ കാണാത്തൊരു സംഭവം, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കാര്യം പറയാൻ വേണ്ട, ഞെട്ടിച്ചു പറഞ്ഞാൽ ഞെട്ടിച്ചു. നമുക്ക് ശരിക്കും പറയാം, ഇതാണ് മുത്തശ്ശി കഥ എന്നൊക്കെ പറയുന്നത്, ഇതാണ് സംഭവം. തിയേറ്റർ കുലുങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് തിയേറ്റർ കുലുക്കുക. കിഡ്ലൻ ഇൻട്രോ സീനായാൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ ആ ചിരി രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ മാത്രം പറഞ്ഞാൽ പോരാ, മമ്മൂക്കയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. കുറഞ്ഞ ക്യാരക്ടേഴ്സ് ഉള്ളതിൽ നമ്മുടെ അർജുൻ അശോകൻ സൂപ്പറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല. അവസാനത്തേക്ക് ശരിക്കും പറയാൻ മമ്മൂട്ടിയെക്കാട് ഒരു പിടി മുകളിൽ സ്കോർ ചെയ്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ്റെ. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ സംഭവം. രാഹുൽ സദാശിവൻ്റെ ഭൂതകാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. OTT റിലീസ് ചെയ്ത സാധനമാണ്. OTT റിലീസ് ചെയ്ത സമയത്ത് തന്നെ നമ്മളെ ഞെട്ടിച്ചു. ഇപ്പോൾ തിയേറ്ററിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും രക്ഷയില്ല. അവസാനത്തേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തും. നമ്മൾ ഈ ഒരു 2.25 മണിക്കൂറുണ്ട് സിനിമ. സമയം പോകുന്നത് അറിയില്ല. ഇൻ്റർവെൽ ആയത് ഇൻ്റർവെൽ ആയോ എന്നുള്ളൊരു മൂഡിലായിരുന്നു നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഇൻ്റർവെൽ ആയോന്ന്. പിന്നെ ലാസ്റ്റിലേക്ക് ലേശം ചെറിയൊരു പ്രോബ്ലം ഉള്ള പോലെ തോന്നി. എന്നാലും 100% എന്നെ സാറ്റിസ്ഫൈഡ് ആയ സിനിമയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾ എന്തായാലും നിർബന്ധമായും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആണെങ്കിൽ പോലും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ന് 12:30 എൻ്റെ ഈ ചാനൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക, എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്, ഒരു ബോധവൽക്കരണം പോലുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. 12:30 കൃത്യം 12:30 എൻ്റെ ചാനലിൽ പ്രീമിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ മറക്കരുത്. നിർബന്ധമായിട്ട് സിനിമ കാണാം. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഭവമാണ്. എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്ന് കരുതി കാണാതിരിക്കരുത്. OTT വന്നിട്ട് കാണാമെന്ന് വിചാരിക്കരുത്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. സൂപ്പർ സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.